നമ്മളെ മങ്കട കൂട്ടിലുള്ള ഒരു പുതിയ സൈറ്റാണ്. ഞാൻ അപ്സ്റ്റെയർന്ന് തുടങ്ങാം. ഉള്ളം മൊത്തം ജിപ്സത്തിൻ്റെ തേപ്പാണ്, അപ്പോൾ ഉൾഭാഗം തേച്ചിട്ടില്ല. മുകളിലത്തെ ഒരു ബാത്റൂം, മെയിൻ ലൈൻ ഒന്നാണ്. മേളിൽ നിന്ന് സിസ്റ്റം കൊടുത്തിട്ട് ചെയ്തു തന്നു. നേരെ അടിയിലേക്ക് ലൈന് പോയിരുന്നു. 1.5 ഇട്ടുണ്ട്. 1.5 പിന്നെ 1 ഇഞ്ച് സ്റ്റോപ്പ് പോകാൻ വെച്ചിട്ടുണ്ട്. UPVCൻ്റെ STM വാഷ് ബേസിൻ്റെ പോയിൻറ്റ്. വാഷ് ബേസ് കൗണ്ടറായിരുന്നു. ഹെൽത്ത് പോസിറ്റ് ഫസ്റ്റ് ടാങ്കിലെ പോയിൻറ്റ്. സാധാ ക്ലോസറ്റാണ് വരുന്നത് കേട്ടോ, സൂട്ടാണ് വരുന്നത്. ഷവർ ഏരിയ ലൈൻ്റെ പുറത്തേക്ക് വേണം. മിക്സർ ടാപ്പാണ് വരുന്നത്. സ്റ്റോപ്പ് കോക്ക് ഷവറിൻ്റെ ലൈനാണ് ഇത്. ഹീറ്ററിൻ്റെ ഇത് മേളിൽ നിന്ന് സോളാറിൻ്റെ ലൈൻ വന്നിട്ട് ഹീറ്ററുമായിട്ട് ലിങ്ക് ചെയ്യാണ്. PPR ആണ് അത് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ബാത്റൂമാണ്. വാഷ് ബേസ്, ക്ലോസറ്റ്. അപ്പുറത്തെ ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ലിങ്ക് ചെയ്താട്ടോ, വൈകിട്ടിട്ട് ഡൈവേർട്ടർ. ഇന്ന് അപ്പുറത്തേക്കൊരു പോയിൻ്റ് ഇട്ടണം. ഇത് അതേപോലെ തന്നെയാണ്. സോളാറിൻ്റെ ലൈനാണ് വന്നത്. സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ അവിടെ ഹീറ്റർ വയ്ക്കാനുള്ളത് ലിങ്ക് ചെയ്യാൻ കൊടുത്തണം. വെക്കണില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഓരോ ഹീറ്റർ വെച്ചിട്ട് ചെയ്യാം. നേരെ 1.5 ലൈനാണ് വന്നത്. ഒരു വാൾ വെച്ചിട്ടുണ്ടു. അതൊരു PPR ആക്കിയിട്ടുണ്ടു. ഡൈവേർട്ടർ വെച്ചുകൊണ്ട് മൊത്തത്തിൽ PPR ഇട്ടിട്ടുണ്ട്. ഒരു പുറത്തേക്കൊരു ലൈന് പോകേണ്ടതില്ലേ. ബെഡ്റൂമിൻ്റെ സൈഡിൽ കൂടെ വെട്ടിയുണ്ട്. പിന്നെ പുറം ഭാഗം ഉൾഭാഗം തേക്കാതെ നടക്കുന്ന വെട്ടിയാണ്. ഇത് അപ്സ്റ്റെയർ തേർഡ് ബാത്റൂമാണ്. വാഷ് ബേസിനൊക്കെ കൗണ്ടറായിട്ടായിരുന്നു. ഇവിടെ വൈകിട്ടിട്ടാണ് ആ ബാത്റൂമിലേക്ക് പോകേണ്ടത്. ഒരു ബ്ലോക്ക് വരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് കാരണം ഈ ക്ലോസറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഈ പൈപ്പിൻ്റെ വൈക്കെത്തും. ഇത് ഫസ്റ്റ് ടാങ്കിൻ്റെ പോയിൻറ്റും ഹെൽത്ത് പോസിറ്റും മിക്സർ ടാങ്കിലുള്ള പോയിൻ്റ്. അപ്പുറത്തെ ബാത്റൂമിൽ നിന്ന് ഹീറ്റർ ഇങ്ങോട്ട് തുളച്ചിടണം. ഹീറ്ററിലേനി സ്റ്റോപ്പ് കോക്ക്, ഷവർ എല്ലാം STM ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂം അതേപോലെ തന്നെ സിസ്റ്റം കൊടുത്തിട്ട് നേരെ അടിയിലേക്ക് പോയിരുന്നു. ഇതിക്കുള്ള വാളും ഇവിടെ ടാങ്ക് വെച്ചിട്ടുള്ളത്. ഇതൊരു ബാത്റൂമിലേക്ക് ഇറങ്ങിയ ലൈനാണ്. മുകളിലത്തെ 2 ബാത്റൂമിലേക്ക് ഇറങ്ങിയത്. പിന്നെ അതിൽ നിന്ന് ഇതിൻ്റെ അടിയിലേക്ക് ലൈന് വേണം. മോട്ടർ ലൈന് ഒരു ഫിൽറ്റർ വെച്ചാണ്. യൂണിയൻ കൊടുത്തിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ടാങ്ക് ഊരാൻ വേണ്ടിയിട്ടുള്ള 1500 ലിറ്ററിൻ്റെ ടാങ്കാണ് വെച്ചിട്ടുള്ളത്. സോളാറിൻ്റെ ലൈന് അങ്ങനെ വന്നു. ലൈന് ചുമരും കൂടെ അടിച്ചിട്ട് കൊണ്ടുവരണം കേട്ടോ. അടിയിൽ കൊണ്ട് PPR. ഇത് സോളാർ വാട്ടർ ഹീറ്ററിലേക്കുള്ള ലൈന് കൊടുത്താണ്. അത് നേരെ ആ വലിയ ബാത്റൂമിലേക്ക് ഇറങ്ങിയതാണ് ആ ലൈന്. ഇത് വാഷ് ഔട്ട്. അടിയത്തെ ബാത്റൂമുകളിൽ കാണാം. ഇത് കിച്ചണാണ്. ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയറും ഇവിടെ ഒരു സിങ്കും. ആ സിങ്കിൻ്റെ പോയിൻ്റ് അവിടെ കുറച്ച് കനം കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ കിട്ടില്ല എന്ന് വെച്ചിട്ടാണ്. ഇത് വർക്ക് ഏരിയയാണ്. ഇത് കോമൺ വാഷ് ബേസിനാണ് ഹാളിലുള്ള. ഇവിടെ ലൈന് വന്നതാണ്. ഒരു ലൈന് പുറത്തേക്ക് കിട്ടുന്നു. കിച്ചണിക്ക് എന്തെങ്കിലും പ്രഷർ മോട്ടറിൻ്റെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റോപ്പ് കോക്ക്, ക്ലോസറ്റ് ലൈന്, ഇത് വാഷ് ബേസ്, പുറത്തെ വാഷ് ബേസിൻ്റെ ലൈന്.
വേറൊരു ബാത്റൂമാണ്. ഇതിൽ ഡൈവേർട്ടർ ഉണ്ട്. ഇപ്പോൾ വെള്ളം ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇനി പ്രഷർ അടിക്കാണ്ട് ഹീറ്റർ മേലെ നിന്നിറങ്ങിയ ഹീറ്ററാണ്. ക്ലോസറ്റിലേക്ക് ഒന്നര ഇഞ്ച് കയറിയത്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ വീട്ടിൽ. പുറത്ത് ലൈനാണ് 4 ഇഞ്ച്, 2.5 ഇഞ്ച്, 1.5 ഇഞ്ച്, 1 ഇഞ്ച്. ഇവിടെ ലൈനും വന്നിട്ടുണ്ട്, പ്രഷർ ലൈന്. ഫ്രഷ് വാട്ടർ എടുക്കാനുള്ളതാണ്. അതിനിവിടെ ഒരു തറ പോലെ കെട്ടുന്നുണ്ട്, ഒരു കൊട്ടത്തോളം ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ.